UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ BJPയുമായി ചേർന്ന് ആ ജനവിധി അട്ടിമറിക്കണം. മൂന്നാം തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതിന് PMC-കാരുടെ ഒപ്പിടുക മാത്രമാണോ? BJPയെ സുഖിപ്പിക്കാൻ എന്തെല്ലാം ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ വേണ്ടി രാജ്യ തലസ്ഥാനത്ത് പോയി ഡൽഹിയിൽ ചെന്നിട്ട് ഹിന്ദുവിനൊരു അഭിമുഖം കൊടുത്തു. എന്താ പറഞ്ഞത്? ഈ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നവർ, സ്വർണം കടത്തുന്നവർ, ഹവാല പണം കൊണ്ടുവരുന്നവർ ഈ മലപ്പുറം ജില്ലയിൽ ഭീകരവാദ പ്രവർത്തനം നടത്താനാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തില്ലേ ഡൽഹിയിൽ ചെന്നിട്ട്? മോദിയുടെ മൂക്കിന് താഴെ ചെന്ന് അങ്ങനെ ഒരു അഭിമുഖം കൊടുക്കണമെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താനാ? വിവാദമായപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞ കാര്യമല്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ 2 CPM നേതാക്കന്മാരെ, എറണാകുളത്തെ 2 CPM നേതാക്കന്മാരെ, ഒരു MLA, ഒരു വനിതാ നേതാവിനെതിരെ ഒരു യൂട്യൂബർ ആരോപണം ഉന്നയിച്ച് വാർത്ത കൊടുത്തു. ആരാ വാർത്ത കൊടുത്തത്? VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി KM ഷാജഹാൻ. ആ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് നോക്കിയില്ലേ? അദ്ദേഹത്തിന്റെ മകന്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ മലപ്പുറം ജില്ലക്കാരെ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയല്ല ആക്ഷേപിച്ചതെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണ്ടേ? ഹിന്ദു പത്രം പറഞ്ഞത് ഞങ്ങൾക്ക് അഭിമുഖം നൽകിയത് ഒരു PR ഏജൻസിയാണെന്നാണ്. ഹിന്ദു പത്രം അല്ലെങ്കിൽ ആ PR ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? കേസെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ അഭിമുഖം വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അഭിമുഖം കൊടുത്ത് ഈ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചതിന് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നാട് മറുപടി നൽകും, ഒരു സംശയം വേണ്ട. മലപ്പുറം ജില്ല മാത്രമല്ല, കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത കണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരമ്മ നിന്ന് പറയാണ്, എനിക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കയ്യിൽ കാശില്ല. ഈ നാട് ഭരിക്കുന്ന സർക്കാർ 5 രൂപ തന്നില്ല. ഏതാ അമ്മ എന്നറിയോ നിങ്ങൾക്ക്? പാലക്കാട് നിന്ന് 9 വയസ്സുള്ള സ്വന്തം മകള് കളിക്കുന്നതിനിടയിൽ വീണിട്ട് കയ്യിന്റെ എല്ല് പൊട്ടി. പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ ഇവിടും വരെയുള്ള ഒരു പ്ലാസ്റ്റർ ഇട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടി കരഞ്ഞു പറഞ്ഞു, അമ്മേ എൻ്റെ കൈ പറിച്ചെറിയുന്ന വേദന, എന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രി പോയിക്കോ, ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പറ്റൂ. വേദനക്കുള്ള മരുന്ന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബോധം കെടുന്ന അവസ്ഥയായി. ഈ കുഞ്ഞിനെയും എടുത്ത അമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. പ്ലാസ്റ്റർ വെട്ടിയപ്പോ ആ അമ്മ പറയാണ്, ഞാൻ പോയി കാണാൻ. ആ അമ്മ എന്നോട് പറയാണ്, ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് പോലും ഓർത്തില്ല, ഞാൻ എൻ്റെ മൂക്ക് പൊത്തിപ്പോയി. എന്താ കാര്യം എന്നറിയോ? കൈ പഴുത്ത് ചീഞ്ഞളിഞ്ഞിട്ട് ദുർഗന്ധം സഹിക്കാതെ സ്വന്തം അമ്മ മൂക്ക് പൊത്തി. ആ കുഞ്ഞിന്റെ വലത് കൈ മുറിച്ചു മാറ്റി. പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന് മുമ്പിൽ തല ഉയർത്തി നിന്ന ആരോഗ്യ മേഖലയുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ അവസ്ഥയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർഷിന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ പ്രസവത്തിന് പോയതാണ്. സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞു 6 കൊല്ലം വേദന. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും, സിസേറിയൻ കഴിഞ്ഞതല്ലേ, വേദന ഉണ്ടാകും, ഗുളിക കൊടുക്കും, അവർ തിരിച്ചു പോകും. അവസാനം ഇക്ര ഹോസ്പിറ്റലിന്റെ മുമ്പിലൂടെ അവർ സ്കൂട്ടറിൽ പോവുക. ഒരു കുഴി ചാടി ഷമീർക്ക. ആ കുഴി അവിടെ ഉണ്ടാക്കിയതിന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനോട് ആ സഹോദരി എന്നും കടപ്പെട്ടിരിക്കും. ആ കുഴിയിൽ വീണപ്പോൾ ബ്ലീഡിംഗ് ആയി. ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താ ബ്ലീഡിങ്? ഒരു ചെറിയ വീഴ്ചക്ക് ഇത്ര ബ്ലീഡിങ് വരാൻ കാരണം എന്താ? സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ വയറ്റിൽ 12 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുള്ള കത്രിക. ഈ കത്രികയും എടുത്ത് ഭർത്താവ് നേരെ മെഡിക്കൽ കോളേജിൽ പോയി. ഡോക്ടർ പറഞ്ഞു ഇത് ഇവിടുന്ന് വെച്ച് മറന്നതല്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ എൻ്റെ ഭാര്യ കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വിഴിഞ്ഞതായിരിക്കും. ഇവിടുന്നാണ് സർജറി ചെയ്തത്, പിന്നെ ഇവിടുന്ന് വെച്ച് മറന്നതല്ലാതെ വേറെ എവിടുന്ന? മാസങ്ങളോളം അവർ സമരം ചെയ്തു. ആ സഹോദരി അർച്ചന, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാൻ. അർച്ചന ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളെ വയറ്റിൽ ഇത്രയും നീളവും വീതിയുള്ള ഒരു കത്രിക നിങ്ങൾ കൊണ്ടു നടക്കുമോ 6 കൊല്ലം? അതിന് വേദന സഹിക്കുമോ? ഈ തിരുവനന്തപുരത്തൊരു ആശുപത്രിയിൽ തൂക്കം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ഒരു യുവതി സർജറി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാലിന്റെ വിരലിന്റെ 5 വിരൽ കാണുന്നില്ല. കൈയിന്റെ 4 വിരൽ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കാലിന്റെ 5 വിരൽ, ടോട്ടൽ 9 വിരൽ തൂക്കം കുറഞ്ഞു. 9 വിരലിന്റെ തൂക്കം കുറച്ചാൽ തൂക്കം കുറയുമല്ലോ. ഈ സ്ത്രീ ചോദിച്ചു, എന്തിനാ എൻ്റെ വിരൽ മുറിച്ചു മാറ്റിയത്? ഡോക്ടർമാർ ചോദിച്ചു, അത്ര വിരലിനല്ലേ കുഴപ്പമോ? ഞാനിത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ ആരോഗ്യ മേഖലയുടെ അവസ്ഥയാണ്. വേറൊരു സ്ത്രീ തിരുവനന്തപുരത്ത് തന്നെ
തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞപ്പോൾ വയറ്റിൽ ഒരു ട്യൂബ്, ഈ സർജറിന്റെ ട്യൂബ് സ്കാൻ ചെയ്തപ്പോൾ ട്യൂബ് കണ്ടപ്പോൾ ഡോക്ടർമാരോട് ചോദിച്ചത് എന്താ ഈ ട്യൂബ്, അപ്പോൾ അത് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ, പൈസ വേണ്ടാന്ന്. അപ്പോൾ അവർ ചോദിക്കും എനിക്ക് വേദന, ഈ വേദന ആര് സഹിക്കും? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കേരളത്തിൽ ഈ 10 കൊല്ലത്തിനിടയിൽ കൂണുപോലെ മുളച്ചു പൊന്തി സ്വകാര്യ ആശുപത്രികൾ. ഈ കോഴിക്കോട്ടെ പല സ്വകാര്യ ആശുപത്രികളും അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്തു. ഷമീർ കാക്ക അതറിയാം. 1000 കോടിയാണ് ഒരു ആശുപത്രി ഏറ്റെടുത്തത്, 2500 കോടിക്കാണ് വേറൊരു ആശുപത്രി ഏറ്റെടുത്തത്. എന്തിനാ അമേരിക്കയിലെ കമ്പനികൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഏറ്റെടുക്കാൻ വരുന്നത്? സർക്കാർ ആശുപത്രിയിൽ ഇനി രക്ഷയില്ല. സാധാരണക്കാരൻ മുഴുവനും ഇനി സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുമെന്ന് കുത്തക കമ്പനികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കേരളത്തെ ഒരു മന്ത്രി പറഞ്ഞത്, എന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകാറ്, സർക്കാർ ആശുപത്രിയിലേക്ക് പോകാറില്ല. സജി ചെറിയാൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യോ? നാളെ നവംബർ 1 തീയതിയാ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്താൻ പോവാ. എന്തെന്നറിയോ? ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള CH സെന്ററിലേക്ക് ക്ഷണിക്കുകയാണ്. രാവിലെ പോയി നോക്ക്, ഉച്ചക്ക് പോയി നോക്ക്, വൈകുന്നേരം പോയി നോക്ക്, 100 കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഭക്ഷണമില്ലാത്തവനല്ലേ നമ്മൾ ദരിദ്രർ എന്ന് വിളിക്കുക? ഈ നാട്ടിൽ വീടില്ലാത്തവൻ എത്ര ആൾക്കാരുണ്ട്? ഇപ്പോഴും വൈത്രഹമക്ക് വേണ്ടി എത്ര ആളുകളാണ് പാർട്ടി ഓഫീസിന് മുമ്പിൽ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ മുമ്പിൽ ഒരു അപേക്ഷയുമായി കാത്തുകെട്ടി കിടക്കുന്നത്? സർക്കാരിന്റെ സംവിധാനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ വിശ്വസിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. ആ വീടില്ലാത്തവനല്ലേ നമ്മൾ ദരിദ്രർ എന്ന് വിളിക്കുന്നത്? തൊഴിലില്ലാത്ത എത്ര ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, അവരെയല്ലേ നമ്മൾ ദരിദ്രർ എന്ന് വിളിക്കുന്നത്? നാളെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണത്രേ. കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്തവർ ആരൊക്കെയാണ്? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലും മന്ത്രിമാരുടെ വീട്ടിലുമാണ്. അവിടെയാണ് ദാരിദ്ര്യമില്ലാത്തത്. സാധാരണക്കാരന്റെ വീട്ടിലൊക്കെ പട്ടിണിയാ. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. 9.5 കൊല്ലമില്ലേ നിങ്ങൾ നാട് ഭരിക്കുന്നത്? ഒറ്റ ചോദ്യം, ഈ പുളിക്കൽ പഞ്ചായത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ചോദിക്കാൻ വരുന്ന CPM-കാരനോട് ഈ നാട്ടിലെ സഖാക്കൾ ചോദിക്കേണ്ട ചോദ്യം, 9.5 കൊല്ലമായി നമ്മൾ ഈ നാട് ഭരിക്കുന്നത്, ഈ മലപ്പുറം ജില്ലക്ക് നിങ്ങൾ ചെയ്ത നേട്ടം ഒന്ന് പറയും. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോ ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ കാലിക്കറ്റ് എയർപോർട്ട്, ഈ സർവകലാശാല, മലയാള സർവകലാശാല, എത്ര കോളേജുകളില്ലാത്ത മുഴുവൻ മണ്ഡലങ്ങളിലും കോളേജുകൾ കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് PK അബ്ദുറബ്ബ്. നമ്മൾ എത്ര സർവകലാശാലകൾ, ഈ മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഈ മലപ്പുറം ജില്ലയിലെ കോളേജുകൾ തുടങ്ങിയ കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, 9.5 കൊല്ലം ഈ നാട് ഭരിച്ചപ്പോ മലപ്പുറം ജില്ലയിൽ തുടങ്ങിയ ഒരു സർവകലാശാലയുടെ പേര് നിങ്ങൾ പറയും. പോട്ടെ, കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സർവകലാശാലയുടെ പേര് പറയും. വേണ്ട, ആ ചോദ്യം ചോദിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ തുടങ്ങിയ ഒരു കോളേജിന്റെ പേര് പറയും. പോട്ടെ, ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു കോഴ്സ് തുടങ്ങിയത് CPM-കാരാ നിങ്ങൾക്ക് പറയാൻ കഴിയോ? 9.5 കൊല്ലമായി ഈ നാട് ഭരിച്ചിട്ട് 2 മന്ത്രിമാരുണ്ടായിട്ടില്ലേ? ആദ്യത്തെ 5 കൊല്ലം KT ജലീലല്ലേ മന്ത്രിയായത്? പിന്നത്തെ 4 കൊല്ലം V അബ്ദുറഹ്മാൻ അല്ലേ മന്ത്രിയായത്? KT ജലീൽ കുറെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയാം, അദ്ദേഹം മന്ത്രിയായപ്പോ ആദ്യം ചെയ്തത് സ്വന്തം മൂത്താപ്പന്റെ മോനെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി വെച്ചു. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം. മൂപ്പരാകെ നിയമിച്ച അപ്പോയിന്റ്മെന്റ് സ്വന്തം മൂത്താപ്പന്റെ മോനെയാണ്. അത് 1.5 ലക്ഷം രൂപ ശമ്പളത്തിന്. അത് യൂത്ത് ലീഗ് കയ്യോടെ പിടിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്ന് ചെവി പിടിച്ചിട്ട് താഴെ ഇറക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞു. മന്ത്രിസ്ഥാനത്ത് താഴെ ഇറക്കി. പിന്നെ മൂപ്പർ ചെയ്തെന്താ? മൂപ്പർ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു. തദ്ദേശ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നു ബഷീറെ. അദ്ദേഹം എന്താ ചെയ്യുന്ന അറിയാം? അദ്ദേഹം ഒപ്പിട്ടൊരു പേപ്പറുണ്ട്. UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഈ പുളിക്കൽ പഞ്ചായത്തിൽ ഒരു ബാർ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന് ലൈസൻസ് വേണം. നീ മുഖ്യമന്ത്രി ഒരു അനുമതി കൊടുത്തു എന്ന് വിചാരിക്കാം, ഇവിടെ ഒരു ബാർ തുടങ്ങാൻ. ആ ബാറിന്റെ അനുമതി നിഷേധിക്കാനുള്ള അധികാരം പുളിക്കൽ പഞ്ചായത്തിനുണ്ടായിരുന്നു. KT ജലീൽ തദ്ദേശ മന്ത്രിയായപ്പോൾ ആദ്യം ചെയ്ത പണി ഈ അധികാരം എടുത്തു കളയലാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 1. കഴിഞ്ഞ 9.5 കൊല്ലമായി ഇടതുപക്ഷം ഈ നാട് ഭരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ കിട്ടിയ ബാറുകളുടെ എണ്ണം 50. നിങ്ങൾ തുടങ്ങിയത് സർവകലാശാലയല്ല, നിങ്ങൾ തുടങ്ങിയത് കോളേജുകളല്ല, നിങ്ങൾ തുടങ്ങിയത് സ്കൂളുകളല്ല, നിങ്ങൾ തുടങ്ങിയത് പുതിയ കോഴ്സുകളല്ല, നിങ്ങൾ തുടങ്ങിയത് പുതിയ ബാറുകളാണ്. എന്നിട്ടാണ് നിങ്ങൾ ലഹരിക്കെതിരെ വലിയ സംസാരം നടത്തുന്നത് അല്ലേ? ഇനിയോ
ഇനി ജലീൽ മന്ത്രിയായി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പൊ മൂപ്പർ എന്താ ചെയ്തത്? മലയാള സർവകലാശാല നമ്മൾ കൊണ്ടുവന്നാണ് മലയാള സർവകലാശാല തിരൂര്. ആ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആരൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്? തിരൂരിൽ കഴിഞ്ഞ 2 തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ, അയാളുടെ സഹോദരന്മാര്, മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കള് ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തത്? പാവപ്പെട്ട കുറെ നമ്പൂതിരിമാരുടെ കയ്യിൽ നിന്ന്. എത്ര വിലക്കാണ് ഏറ്റെടുത്തത്? സെന്റിന് 2000 രൂപ, 10000 രൂപ, 35,000, പരമാവധി വില 40,000. അവർക്ക് ആകെ ചെലവ് വന്ന് എത്രയെന്നറിയോ? 2.5 കോടി രൂപ. സർക്കാരിന് എത്ര വിലക്ക് അത് മറച്ചു വിറ്റത്? 17,65,00,000 രൂപ. 15 കോടി രൂപ നൈസായിട്ട് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരെ മക്കൾക്കും ലില്ലീസ് ഗഫൂറിനും അയാളുടെ സഹോദരന്മാർക്കും നേടിക്കൊടുത്ത മന്ത്രിയുടെ പേരാണ് ശ്രീ KT ജലീൽ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ കൊട്ടപ്പുറത്തെ സഖാക്കളെ സാക്ഷി നിർത്തി പറയുന്നു, ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കസറിൽ നിന്ന് താഴിറക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 17 കോടി കട്ട, ഈ കട്ടപണം തിരിച്ചുപിടിക്കുക മാത്രമല്ല, ജലീലിനെയും കൂട്ടാളികളെയും കൽത്തുറുങ്കിലടക്കുന്ന സമര പോരാട്ടത്തിന് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും. പരമാവധി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക 6 മാസം. ഞാൻ ഈ ഭൂമിയുടെ പിറകെ പോയപ്പോഴാണ് സാജു എനിക്കെതിരെ കുറെ ആക്ഷേപം. ഫിറോസിന് കൂലിയും വേലയില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു ഭയങ്കര കൂലിയാണ്. അവസാനം ജലീൽ പറയണം 5.5 ലക്ഷം റുപ്യാണ് മൂപ്പര ശമ്പളം. സാജു ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും മൂപ്പർക്ക് ഇത്രയും വലിയ ശമ്പളം ഉണ്ടായിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യൻ നിങ്ങൾക്ക് ഇത്രയും വലിയ ശമ്പളം ഉണ്ടോ ശരിക്കും? ഞാൻ ചോദിച്ചാൽ അതെന്തായി? അല്ല ഈ വീടൊന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് 2 കൊല്ലമായി, ഒന്ന് പെയിന്റ് അടിക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. ഇത് ഷമീർക്കാർക്ക് അറിയാം, പ്രവാസികൾക്ക് ഒരു വിസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും. ആ കോൺട്രാക്റ്റിൽ ശമ്പളം എഴുതി കൊടുക്കും. അതാ ഈ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന ആൾക്ക് തോന്നിയ പോലെ എഴുതി കൊടുക്കുക. ആ ശമ്പളത്തിനനുസരിച്ച് ആ വിസയുടെ സ്റ്റാറ്റസ് കിട്ടുക. അത് പ്രവാസികളായ എല്ലാവർക്കും അറിയാം, വിസ എല്ലാവർക്കും ഉണ്ടാവും. 2 മന്ത്രിമാർക്കുണ്ട് കേരളത്തിലെ. MLA ഗണേഷ് കുമാറിനുണ്ട്, മന്ത്രി ഗണേഷ് കുമാറിനുണ്ട്, MLA മുകേഷിനുണ്ട്. അവരൊക്കെ ആ കോൺട്രാക്ട് പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാവും. ഈ ചോദിക്കട്ടെ, ഇനി 5.5 ലക്ഷം എനിക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം, ഇയാൾക്ക് എന്താ കുഴപ്പം? ഞാൻ സർക്കാർ ഖജനാവെന്നാണ് എടുക്കുന്നത്. ഈ സർക്കാർ ഖജനാവെന്ന് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് 15 കോടി രൂപ ഈ ജലീലും കൂട്ടരും അടിച്ചു മാറ്റിയത്. ഇതല്ലേ ഈ 5 കൊല്ലം ജലീൽ മന്ത്രിയായപ്പോൾ? എന്നിട്ട് നമ്മളെ ഭൂമിക്കെതിരായിട്ട്, വയനാട്ടെ ഭൂമിക്കെതിരായിട്ട് ആക്ഷേപം, ഡൽഹിയിലെ ലീഗിന്റെ ഓഫീസിനെതിരെ ആക്ഷേപം. എന്തായിരുന്നു പറഞ്ഞത്? ഡൽഹിയിലെ ഓഫീസ് ഒരു നിലക്കും രജിസ്ട്രേഷൻ നടത്താൻ പോവില്ല, അത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, രാജ്യ തലസ്ഥാനത്ത് CPM-ന് പോലും ഇല്ലാത്ത അതിമനോഹരമായ ആസ്ഥാന മന്ദിരം ദരിയാഗഞ്ചിൽ തലയുയർത്തി നിൽക്കുന്നു. അതിന്റെ ഉദ്ഘാടനം സാധിക്കൽ തങ്ങൾ ചെയ്തപ്പോ ഈ ജലീൽ വന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞിട്ടാണ് ലീഗ് ഓഫീസ് ഉണ്ടാക്കിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ അല്പൻ വന്നിട്ട് പറയാണ്, മലപ്പുറത്തൊരു കുഞ്ഞായിനുണ്ടായിരുന്നു മലിക്ക, ചെറിയ സുഖമില്ലാത്ത കുഞ്ഞായിന. അപ്പൊ മൂപ്പര് MSP ഗ്രൗണ്ടിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കും. MSP ഗ്രൗണ്ടിൽ പട്ടാളം ഇങ്ങനെ കവാത്തെടുത്തു, പണ്ടത്തെ കാര്യമാണ്. പട്ടാളം കവാത്ത് നടത്തുമ്പോൾ പട്ടാളം ഇങ്ങനെ തിരിയുമല്ലോ, തിരിയുന്ന സമയം നോക്കി ഇയാൾ എബൌട്ട് എന്ന് പറയത്ര ഈ കുഞ്ഞായിന്. മലപ്പുറത്തെ കുഞ്ഞായി വന്ന് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് പട്ടാളം തിരിഞ്ഞതെന്ന്. ആ പറഞ്ഞ കുഞ്ഞായിനെ പോലെയാണ് ഈ പറയുന്ന KT ജലീൽ എന്ന് ഈ നാട്ടുകാരെ മുഴുവൻ മനസ്സിലാക്കിയില്ലേ? വയനാട്ടെ ഭൂമി നടക്കൂല, ആ രജിസ്റ്റർ തോട്ടഭൂമിയാണ്, വീടുണ്ടാക്കൽ നടക്കൂല. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലീഗ് ഏറ്റെടുത്ത 11 ഏക്കർ ഭൂമിയിൽ 105 വീടുകളുടെ നിർമ്മാണം അതിമനോഹരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല. പണി മുടങ്ങൂല ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഞങ്ങളുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിനെ തടക്കലിട്ടത്. തങ്ങൾ ആദ്യത്തെ തറക്കലല്ല, ആയിരക്കണക്കിന് ബൈത്തുറമകൾക്ക്, എത്ര വീടുകൾ, എത്ര സ്ഥാപനങ്ങൾ. പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങള് ഒരു ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചാൽ ആ പണി മുടങ്ങിപ്പോകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. അത് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസമാണ്. ഒരൊറ്റ ദിവസം പണി മുടങ്ങിയിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര കോടിയാണ് കിട്ടിയത്? 39 കോടി അല്ലേ ഷമീർക്ക? 39 കോടി കിട്ടിയിട്ട് നമ്മൾ എത്ര വീടുണ്ടാക്കുന്നത്? 105 വീട്. സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്ര കിട്ടിയത്? 772 കോടി. കേന്ദ്രം 260 കൂടി കൊടുത്തു, അപ്പൊ 1035 കോടി. 1035 കോടി കിട്ടിയവർ എത്ര വീടുണ്ടാക്കുന്നത്? 315. 39 കോടി കിട്ടിയ ലീഗ് എത്ര വീടുണ്ടാക്കുന്നത്? 105. നിങ്ങൾ ആലോചിക്കും, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഈ 1035 കോടി എങ്ങാനും പാണക്കാളുടെ തങ്ങളുടെ കയ്യിലെങ്ങാനും കൊടുത്തിരുന്നുവെങ്കിൽ വയനാടിന്റെ മുഖച്ഛായ മാറ്റാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയായിരുന്നു. കാരണം 1035 കോടി കിട്ടിയാൽ വെറും 315 വീട് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ വീടിന്റെ പുറമെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇതാണ് ഇവരുടെ നേട്ടം. ഇനിയോ 4.5 കൊല്ലമായിട്ട് വേറൊരു മന്ത്രിയുണ്ട് മലപ്പുറത്തുനിന്ന്, അയാളുടെ പേര് വി അബ്ദുറഹ്മാൻ എന്നാണ്. വി അബ്ദുറഹ്മാൻ മലപ്പുറം ജില്ലക്ക് കൊടുത്ത നേട്ടം എന്താ? ആകെ കൊടുത്ത നേട്ടം കേരളത്തിൽ മെസ്സി വരുന്നു എന്നുള്ള വാഗ്ദാന.
മൂപ്പര വർത്താനത്തിന്റെ ആദ്യത്തെ വർത്താനം അനുസരിച്ച് ഇപ്പോൾ രാമനാട്ടുകാരിൽ നിന്ന് മെസ്സി പോകേണ്ട സമയമായി. നമ്മളൊക്കെ ആ റോട്ടുമേൽ നിൽക്കുക. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ കേരളത്തിലേക്ക് മെസ്സി വരും കേട്ടോ, ഇതായിരുന്നു മൂപ്പര പ്രഖ്യാപനം. മെസ്സി വന്നോ? മെസ്സി വിവരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഉറപ്പാ. എന്താ കാര്യം എന്നറിയോ? ഇതിന്റെ സ്പോൺസറാക്കി വെച്ചത് ഒരു ഗജ ഫ്രോഡ്, മരമുറി കേസിൽ, നിരവധി തട്ടിപ്പ് കേസിൽ, മാംഗോ ഫോൺ തട്ടിപ്പ് കേസിൽ, എല്ലാ തട്ടിപ്പ് എന്തെല്ലാം ഉടായ്പുണ്ടോ ആ ഉടായ്പ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളെ സ്പോൺസറാക്കി വെച്ചത്. ഈ പറയുന്ന മന്ത്രി ഉടായ്പിന്റെ ആശാനാണ്. 2 ഉടായ്പമാർ ചേർന്നാൽ പലതും നടക്കുമല്ലോ. കലൂർ സ്റ്റേഡിയം പോയി, കലൂർ സ്റ്റേഡിയം ഇയാൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ 70 കോടിക്ക് നവീകരിക്കാൻ പോവാണ്, 2000 തൊഴിലാളികൾ ഓരോ ദിവസവും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കലൂർ സ്റ്റേഡിയം പോയി നോക്കി, 100 ബംഗാളികൾ തയ്ച്ചില്ല, 2 JCB ഉണ്ട്, ഒരു 100-ൽ താഴെ ആൾക്കാരുണ്ട്. ഇവരാണ് 2000 ആൾക്കാർ ദിവസവും പണി. എന്നിട്ട് പറയാണ്, പിന്നെ പറയാം മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്ക് പോയി, അർജന്റീന ഒക്കെ വന്നില്ലെങ്കിൽ അർജന്റീനക്കാണ് നഷ്ടം. ഈ രാമനാട്ടുകാരന് ഒരു വീഡിയോ ഇറക്കി നിങ്ങൾ കണ്ടില്ലേ? രാമനാട്ടുകാരന് വളാഞ്ചേരിക്ക് ഇയാൾ തുറന്ന വണ്ടിയിൽ പോവുക, 50 ലക്ഷം ആൾക്കാർ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മെസ്സി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. മെസ്സി വരാൻ സാഹചര്യം ഇനി ഒറ്റ പണിയുള്ളൂ. മെസ്സി വരണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ കായിക മന്ത്രി അബ്ദുറഹ്മാനും ഈ സ്പോൺസറും ഇതുവരെ തള്ളിയ കുറേ പത്രസമ്മേളനം ഉണ്ടല്ലോ, അതൊക്കെ അർജന്റീനൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് മെസ്സിനെ കേൾപ്പിച്ചു കൊടുക്കുക, എങ്ങനെയെങ്കിലും മെസ്സിൻ്റെ അടുത്ത് എത്തിക്കുക. മെസ്സി അത് കേട്ടാൽ ഉറപ്പായും കേരളത്തിൽ വരും. ഈ 2 ആൾക്കാരുടെ കരണക്കുറ്റിക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വരും, വേറൊരു കാര്യത്തിനും വരില്ല, ഉറപ്പിച്ചോ. ഈ ഉടായിപ്പ് സംഘം ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുക. എന്നിട്ട് ഇപ്പോൾ പറയാണ് 2000 രൂപ കൊടുക്കും പെൻഷന്. കഴിഞ്ഞ 2021-ൽ 2500 കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ പറയുന്നത് 2000 കൊടുക്കുന്നു. ഇപ്പോൾ ഏത് ഈ സക്കറാത്തിന്റെ ഹാലിൽ നിൽക്കുമ്പോൾ, സക്കറാത്തിന്റെ ഹാലിൽ നിൽക്കുമ്പോൾ തൗബ പോലും പടച്ചോൻ കേൾക്കൂല. പിന്നെ ഈ സക്കറാത്തിന്റെ ഹാലിൽ പിണറായി വിജയന്റെ പ്രഖ്യാപന പടപ്പുകൾ കേൾക്കുമോ? അവർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കിറ്റ് കൊടുത്തിട്ടല്ലേ അധികാരത്തിൽ വന്നത്? ഈ 4.5 കൊല്ലമായിട്ട് നിങ്ങൾക്ക് എവിടെയായിരുന്നു? കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? സ്വന്തം മക്കളല്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു? ജനങ്ങളെ ഓർമ്മ ഉണ്ടായിരുന്നോ? ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമല്ല, നിയമസഭാ ഇലക്ഷനിലും കരണക്കുറ്റിക്ക് അവർക്ക് അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതവർ അടിക്കില്ലെങ്കിലും അവരുടെ ചൂണ്ടുവിരൽ, അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. 2026-ൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും. ആ ജനാധിപത്യ മുന്നണിയുടെ ഭരണനാളുകൾക്കായി കാത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.